ഹലോ. അപ്പോൾ ഇന്ന് രാവിലെ മുതൽ കുട്ടികൾ സ്കൂൾക്ക് പോകണവരെല്ലാം വിശേഷങ്ങളൊക്കെ ഒന്ന് കണ്ടു നോക്കിയാലോ. അപ്പോൾ കുട്ടികളൊക്കെ രാവിലെ എണീച്ച് മദ്രസക്ക് പോവുകയാണ്. ഓൻ്റെ കൂട്ടുകാരൻ അവിടെ വന്ന് നിൽക്കുന്നുണ്ട്. അപ്പോൾ ഓല് ഒരുമിച്ചാണ് കേട്ടോ പോകുന്നത്. പിന്നെ ഞാനിതാ അടുക്കളയിലത്തെ വാതിലൊക്കെ ഒന്ന് തുറന്നു നോക്കിയതാണ്. നേരം വെളുത്ത് വരുന്നുള്ളൂ കേട്ടോ. കുറച്ച് നേരം പുറത്തേക്കൊക്കെ നോക്കി നിന്നു. പിന്നെ അത് കഴിഞ്ഞ് ഞാൻ ചായക്ക് പാലുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ പാല് പറഞ്ഞ് ചായ വെക്കാമല്ലോ എന്ന് വിചാരിച്ചു. അപ്പോൾ ചായക്കുള്ള വെള്ളമൊക്കെ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ചായക്ക് ഇത് അവിടെ തിളച്ചും കൊണ്ട് ഇരിക്കുന്നുണ്ട്. ഇന്ന് കടി ഉണ്ടാക്കുന്നത് ഇഡ്ഡലിയാണ്. മാവൊക്കെ ഞാൻ തലേ ദിവസം തന്നെ ആട്ടി വെച്ചിട്ടുണ്ട്. പുറത്ത് നല്ല കാറ്റാണ് കേട്ടോ. നല്ല കാറ്റും നല്ല തണുപ്പുണ്ട്. ഇതിൻ്റെ ഇടയിൽ കടിയൊക്കെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഷാനു നീച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഓനിക്ക് 7:15 മദ്രസ്. അപ്പോൾ ഓൻ പോകുമ്പോഴത്തേനും ഓനിക്ക് ചായ കൊടുക്കണം. അപ്പോൾ ഞാനും ഓനിക്ക് ചായ എടുത്തുകൊണ്ടിരിക്കുക കേട്ടോ. പിന്നെ ഞാനും ഷാനും ചായയൊക്കെ കുടിച്ചു. അത് കഴിഞ്ഞിട്ട് ചട്ടണിക്കുള്ള തേങ്ങയൊക്കെ ഞാൻ വേഗം ചിരകി വെച്ചു കേട്ടോ. അപ്പോഴത്തേന് 7 മണിയായി. ഓനിക്ക് 7:15 കേട്ടോ മദ്രസ്. പിന്നെ ഞാനിതാ ഓന് ഡ്രസ്സൊക്കെ മാറ്റി കൊടുത്ത് ഇതാ മദ്രസക്ക് പോവുകയാണ്. അപ്പോൾ ഷാനുവിനെ മദ്രസക്ക് പറഞ്ഞു വിട്ടു. ഇനി വാവനെയും കൊണ്ട് ഹോസ്പിറ്റലിൽ പോകണം. അപ്പോൾ അവനെ പൂച്ച കടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അവന് സൂചി വെച്ചുകൊണ്ടിരിക്കുകയാണ്. പിന്നെ ഞങ്ങൾ ഡ്രസ്സ് മാറ്റി കഴിഞ്ഞപ്പോഴത്തേന് വണ്ടി വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാനും വാവയും പാടെ ഹോസ്പിറ്റലിൽ പോവുകയാണ്. ഇത് വാവക്ക് 3ാമത്തെ സൂചിയാണ് കേട്ടോ വെക്കണത്. ഇന്ന് സ്കൂളുണ്ടല്ലോ. ഇന്ന് സ്കൂൾക്ക് പോകാനാകുമ്പോഴത്തേനും വേഗം സൂചി വെച്ച് വരാമല്ലോ എന്ന് വിചാരിച്ചിട്ടാട്ടോ രാവിലെ തന്നെ പോയത്. ഇപ്പോൾ സമയം 7:30 ഇട്ടുള്ളൂ. ഗവൺമെൻറ് ആശുപത്രിക്കാട്ടോ പോണത്. ഞങ്ങൾ ഹോസ്പിറ്റലിൽ എത്തിയിട്ടുണ്ട്. ടോക്കണൊന്നും എടുക്കേണ്ട ആവശ്യമില്ല. ആ ലിസ്റ്റ് കാണിച്ചു കൊടുത്താൽ മതി. പിന്നെ നേഴ്സ് ആ ലിസ്റ്റൊക്കെ ഇങ്ങനെ നോക്കി. പിന്നെ ഇത് 3ാമത്തെ സൂചിയല്ലേ. പാവ സൂചി എടുക്കണമൊക്കെ ഇങ്ങനെ നോക്കി നിൽക്കുകയാണ്. എനിക്ക് നല്ല പേടിയുണ്ട്. പിന്നെ അവനെ സൂചിയൊക്കെ വെച്ചു കേട്ടോ. 2 കയ്യിലാണ് കേട്ടോ സൂചി വെക്കണത്. പിന്നെ അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ പോന്നു. ആശുപത്രിയിൽ നിന്ന് പോന്നു. അങ്ങനെ വാവൻ്റെ 3ാമത്തെ സൂചിയും വെച്ച് കഴിഞ്ഞു. ഇനി ഒരു സൂചിയും കൂടി ഉണ്ട് കേട്ടോ. അത് 26-ാം തീയതിയാണ്. അത് കഴിഞ്ഞ് ഞങ്ങളങ്ങനെ പെരയിലെത്തി കഴിഞ്ഞിട്ടാണ് കേട്ടോ ഞാൻ ചട്ടിണിയൊക്കെ ഉണ്ടാക്കിയത്. ചട്ടിണിയൊക്കെ ഉണ്ടാക്കി ഞാനും കുട്ടികളൊക്കെ ചായ കുടിച്ചു. അപ്പോൾ ഇത്രയൊക്കെയുള്ളൂ ഇന്നത്തെ വീഡിയോ. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ.